നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണം. അവരുടെ സ്ഥാനം എവിടെയാണെന്ന് അവർക്കറിയാം. നീയാണത് മനസ്സിലാക്കാത്തത്. ഇന്ന് ഋതിക മാഡത്തിന്റെ പിറന്നാളല്ലേ? അതാണോ രാജേട്ടന്റെ പ്രശ്നം? എന്റെ പൊന്നപ്പു, തമാശ കളിക്കില്ലേ? ഞാൻ ആകെ ടെൻഷനില്ല. ഓക്കെ തമാശയൊന്നുമില്ല, ഞാൻ സീരിയസാ. രാജേട്ടൻ കാര്യം പറയും. ഋതിക മാഡം ഞാൻ ക്ഷേത്രത്തിൽ പോയില്ലേ? ആ, ക്ഷേത്രത്തിൽ വെച്ച് ഋതിക മാഡം എന്നോടൊരു പ്രോമിസ് വാങ്ങി. എന്ത് പ്രോമിസ്? പിറന്നാള് ദിവസം വർമ്മ സാറിനെ കൊണ്ട് ഋതിക മാഡത്തിന് അനുഗ്രഹം നൽകിപ്പിക്കാന്ന്. ഹാ, ബെസ്റ്റ്, കൊള്ളാം. രാജുവേട്ടന് ഈ മാസത്തെ സാലറി കിട്ടിയല്ലോ അല്ലേ? ആ, കിട്ടിയല്ലോ. എന്താ അപ്പു? അല്ല, അനുഗ്രഹത്തിന്റെ കാര്യമായിട്ട് രാജുവേട്ടൻ വല്യച്ഛന്റെ അടുത്ത് ചെല്ലുമ്പോ തന്നെ രാജുവേട്ടനെ ജോലി മതിയാക്കി പറഞ്ഞയക്കുമല്ലോ. എന്തിനാ അപ്പു സിറ്റുവേഷൻ മുതലാക്കി എന്നെ ഇങ്ങനെ കളിയാക്കുന്ന? എന്തേലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞാ. നമ്മുടെ കയ്യിൽ അതിനുള്ള ഐഡിയ ഒന്നുമില്ലേ? എന്നെ വിട്ടേരെ. ഇനി ഞാൻ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തന്നിട്ട് വേണം അത് വല്യച്ഛനറിഞ്ഞ് എനിക്ക് കണക്കിന് കിട്ടാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എങ്ങനെ വർമ്മ സാറിനോട് ഇക്കാര്യം പ്രസന്റ് ചെയ്യും? എന്തായാലും വാക്ക് നൽകിയതല്ലേ, എങ്ങനെയെങ്കിലും വർമ്മ സാറിനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. നീ അവൾക്ക് അമ്മാവന്റെ അനുഗ്രഹം വാങ്ങിക്കൊടുക്കാൻ പോവാണോ? നീ അതിന് ശ്രമിക്ക് രാജു. ഈ എൻഗേജ്മെന്റ് മുടങ്ങാനും വിവാഹം നടക്കാതിരിക്കാനും ഞാനും ശ്രമിക്കാം. ദിവ്യേ, മാഡം, നീ ഇതെവിടെയായിരുന്നു? ഞാൻ മുകളിലത്തെ നിലയിലേക്ക് പോവായിരുന്നു. പുറത്ത് നല്ല കാറ്റുണ്ട്, മുറ്റമൊക്കെ ഒന്ന് നനച്ചിടണം. അല്ല, നീ ഇന്ന് ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചോ? ഇല്ല മാഡം, ഈ തിരക്കിനിടയില് ഞാനത് മറന്നുപോയി. നിനക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലേ 1-2 ആൾക്കാരെ കൂടി വെക്കണമായിരുന്നു. ഇവിടെ പതിവുകളൊന്നും മുടക്കാൻ പാടില്ല, മനസ്സിലായോ? മനസ്സിലായി മാഡം. എന്നാ പോ. യാമിനി, ജോലികളൊന്നും ചെയ്യാൻ വേണ്ടത്ര സർവൻസ് ഇല്ല. കുറേയേറെ പണികൾ ബാക്കിയാ. ഫംഗ്ഷൻ തുടങ്ങാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുക. എന്താ ഞാൻ ചെയ്യേണ്ടത്? നിനക്കിതിലൊന്നും ഒരു ശ്രദ്ധയില്ലേ? മാഡം, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി മാഡം, ഞങ്ങൾ സഹായിക്കാം. എങ്കി നിങ്ങൾ അമ്മയും മോള് കിച്ചണിലേക്ക് ചെല്ല്. ആ, താനേ ആ ഡെക്കറേഷന് വന്ന ആളുകളുടെ അടുത്തേക്ക് ചെല്ല്. എന്താന്ന് വെച്ചാ നോക്കിയും കണ്ടൊക്കെ ചെയ്തേക്കണം. ശരി മാഡം. പ്രിയേ, പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. വാ. നിങ്ങൾ ചെല്ല്. പോവല്ലേ? ആ, എന്ത് ചേച്ചി ഇത്? ഇത് മര്യാദയാണോ? ഫംഗ്ഷന് വന്ന ഗസ്റ്റുകളല്ലേ ഇവര്? ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കണോ? വേണമെങ്കിൽ ഈ പണിയൊക്കെ ഞാൻ ചെയ്തോളാം. വായടക്കേ യാമിനി. അല്ല, ആരാ ഈ പറഞ്ഞ ഗസ്റ്റുകൾ? ഇവരോ? നിർത്തേണ്ടവരെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തണം. അവരുടെ സ്ഥാനം എവിടെയാണെന്ന് അവർക്കറിയാം. നീയാണത് മനസ്സിലാക്കാത്തത്. പ്രതാപം മിനിസ്റ്റർ അല്ലേ? ആര് വീട്ടിൽ വന്നാലും അവൻ ചിലപ്പോ ചില ഭംഗി വാക്കുകളൊക്കെ പറഞ്ഞെന്നിരിക്കും. എന്നുവെച്ച് അട്ടയെ പിടിച്ച് വിവരമുള്ള ഒരു മെത്തേക്കെടുത്തോ? നീ ഇതൊക്കെ ഇനി എന്ന് പഠിക്കാനാ യാമിനി?
ഛേ, രാധേ, നീ അടുക്കളയിൽ പോയി എന്താ പണിയെന്ന് വെച്ചാ ചെയ്യ്. ഞാൻ പുറത്തുണ്ടാവും. ഋതു, ബർത്ത്ഡേ ആയതുകൊണ്ടേ സുഖിപ്പിക്കാൻ പറയാണെന്ന് വിചാരിക്കണ്ട. ഈ സാരി നിനക്ക് നന്നായി ചേരുന്നുണ്ട്. അതെ അതെ, ഋതിക മേഡം സുന്ദരിയായിട്ടുണ്ട്. എന്റെ അച്ഛൻ വാങ്ങി തന്ന സാരിയല്ലേ അതാ. രാജു, അച്ഛന് ഞാൻ മേടിച്ച ഗിഫ്റ്റ് റെഡിയല്ലേ? അതൊക്കെ എപ്പോഴും റെഡി. വർമ്മ സാറ് ഫ്രഷ് ആയി ഡ്രസ് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോ ഗിഫ്റ്റ് ഞാൻ വർമ്മ സാറിനെ ഏൽപ്പിക്കും. ഓക്കെ അല്ലേ? ഓക്കെ. എന്ത് ഗിഫ്റ്റാ ചേട്ടാ? എന്തായി? സാധനം ഞാൻ ഒപ്പിച്ചു. നല്ല കൂടിയനല്ലേ? ആ അതെ സാർ. എങ്കിലേ അത് ചൂടോടെ ഇങ്ങതാ. ആ ദാ. സാർ, പറഞ്ഞതിലും കൂടുതൽ പണം നിന്റെ അക്കൗണ്ടിൽ ഞാൻ അയച്ചിട്ടുണ്ട്. എങ്കിലേ വിട്ടോ, വയ്ക്കോ. ശരി സാർ. അമ്മാവാ, അമ്മാവന്റെ മകളുടെ, അതായത് എന്റെ പെണ്ണ് ഋത്തികയുടെ ബർത്ത്ഡേ പാർട്ടി അവളുടെ നിശ്ചയവും നടക്കാൻ പോകുന്നില്ല. സാഹചര്യങ്ങളൊക്കെ നിനക്ക് അനുകൂലമാണ് ദീപക്. അമ്മ അവന് റൂമിലില്ല. ഐഡിയ കുറച്ച് പഴഞ്ചനാണ്, പക്ഷേ ഇത് വർക്കൗട്ട് ആവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.